ഖത്തറിൽ ജോലി വാഗ്ദാനം ചെയ്ത് തമിഴ്നാട്ടിൽ വൻ തട്ടിപ്പ്. തമിഴ്നാട് സ്വദേശികളായ യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായാണ് പരാതി. സന്ദർശക വിസയായ A1 വിസയിലാണ് ഇവരെ തട്ടിപ്പുകാർ ഖത്തറിലെത്തിച്ചത്. തമിഴ്നാട്ടിലെ മധുര, തിരുനെൽവേലി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്നും 18 യുവാക്കളാണ് തട്ടിപ്പിനിരയായത്. നാട്ടുകാരൻ തന്നെയായ സുമൻ പോൾ ദുരൈയാണ് സൂത്രധാരൻ. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. ഖത്തറിൽ പുതുതായി തുടങ്ങുന്ന കമ്പനിയിലേക്ക് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്ത് വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച മെസ്സേജുകളിലാണ് ഈ യുവാക്കൾ വീണത്. വിസയ്ക്കായി 3.5 ലക്ഷം രൂപ നൽകി. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഉൾപ്പെടെയാണ് തട്ടിപ്പുകാരുടെ വാക്സാമർത്ഥ്യത്തിൽ വീണത്. ഇവരെ വിശ്വസിപ്പിക്കാനായി ആദ്യം നേപ്പാളിൽ ട്രെയിനിങ്ങിനും കൊണ്ടുപോയി. നേപ്പാളിൽ കയറുമ്പോൾ അവിടെ HR അസിസ്റ്റൻറ്റും ടൈം കീപ്പറും പിന്നെ അസിസ്റ്റൻറ്റ് HR മാനേജറും ഇങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. അവന്മാർ പഠിപ്പും അങ്ങനെ ഒന്നുമില്ലാതെ ABCD ഒക്കെ അറിയാത്ത ആൾക്കാരാണ് ക്ലാസ്സൊക്കെ എടുത്തത്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശരി ഓക്കെ ഏതായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് കമ്പനിയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പം ഏത് വിസ ഏതെന്ന് നമ്മൾ അവിടെ ചോദിച്ചാൽ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്യും. നേപ്പാളിൽ വെച്ച് സംശയം തോന്നിയതോടെ യുവാക്കൾ ചോദ്യം ചെയ്തു. കമ്പനിയുടെ പേര് പോലും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജൂണിൽ ഖത്തറിലെത്തിയ യുവാക്കളെയും സംഘം തട്ടിപ്പിന് ഉപയോഗിച്ചു. ഒരാൾ 25 മുതൽ 40 പേരെ വരെ റിക്രൂട്ട് ചെയ്യണമെന്നായിരുന്നു ടാർഗറ്റ്. ഈ 40 പേരിൽ നിന്നും വിസയ്ക്കുള്ള ആദ്യ ഗഡുവായി 25,000 രൂപ വീതം സുമൻ തട്ടിയെടുക്കുകയും ചെയ്തു. ഞങ്ങൾ വന്ന് ഇറങ്ങിയതും നിങ്ങൾക്ക് സാലറി സ്റ്റാർട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് തന്നു. ഒരാൾ 40 പേരെ ഇവിടെ കയറ്റണം. ഫ്രീ വേക്കൻസിയാണ്, എംപ്ലോയ്മെൻറ്റ് വിസ ഇവിടെ കയറ്റണം. അപ്പോൾ നാട്ടിലുള്ള അളിയനും അനിയനും അങ്ങനെ ഉള്ള എല്ലാവരെയും പറഞ്ഞിട്ട് എല്ലാവരും നേപ്പാളിൽ ആദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡൽഹി എന്ന് പറഞ്ഞു. ഡൽഹിയിലാണ് ട്രെയിനിങ്. ഡൽഹിയിലോട്ട് പോയി. ഡൽഹിയിലിരുന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നേപ്പാളിലെന്ന് പറഞ്ഞു. നേപ്പാളിലോട്ട് പോയി. അപ്പോൾ അവിടെ അവന്മാരെ അക്ഷരം എഴുതാൻ വാശിക്കാൻ പോലും അറിയാതെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇവന്മാർ സന്ദേഹം വന്ന് കമ്പനീൻ്റെ നിയമമൊക്കെ ചോദിച്ചു. 25,000 അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് തന്നെ അവരെ സ്ഥിരം പണിയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അവന്മാർ അവിടെ നിന്ന് ഇവിടെ ചെയ്തു. ഞാൻ തന്നെ എൻ്റെ അലിയനെ എൻ്റെ ചേട്ടനെയൊക്കെ ഞാൻ സെൻഡ് ചെയ്തു. A1 വിസയിൽ ഖത്തറിലെത്തിച്ച യുവാക്കളോട് ഉടൻ തൊഴിൽ വിസയിലേക്ക് മാറാമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ വാഗ്ദാനം. ഒടുവിൽ സന്ദർശക വിസ കാലാവധി തീരുകയും ഭക്ഷണത്തിന് പോലും പ്രതിസന്ധി നേരിടുകയും ചെയ്തതോടെ ഖത്തർ തമിഴർ സംഘമാണ് ഇവരുടെ രക്ഷയ്ക്കെത്തിയത്. വിളിച്ചിട്ടിങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ 18 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഫസ്റ്റിൽ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു. പിന്നെ ഇവർ അടുത്ത ദിവസം തന്നെ എംബസിയിൽ കൊണ്ടുപോയി ഉള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ എംബസി ലെറ്റർ കൊടുത്തു. CID ഇവരെ കയറ്റിവിടാനുള്ള ഒരു ലെറ്റർ കൊടുത്തു. അത് 2 ദിവസം ലേറ്റായപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ NRT ഒരു സംഘടന ഇതുണ്ട്. അവരുടെ അടുത്ത് ബന്ധപ്പെട്ടു. അവിടുത്തെ NRT കമ്മീഷണർ ശ്രീ കൃഷ്ണമൂർത്തിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ഉടൻ തന്നെ അവർക്ക് എന്താ സപ്പോർട്ട് വേണ്ട, നിങ്ങൾ ഇന്ത്യൻ എംബസിയിലിருந்து ഒരു മെയിൽ വിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ത്യൻ എംബസിയിൽ പറഞ്ഞിട്ട് ഇന്ത്യൻ എംബസിയിലിருந்து ഇങ്ങനെ 18 പേര് ഇതായിട്ടുണ്ട്, അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ വിട്ടു. ഖത്തർ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ തമിഴ്നാട് പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ.